കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയിട്ടെന്ന് ഒരു കൊല്ലം തികയുകയാണ്. സമാനതകളില്ലാത്ത പ്രതിഷേധമാണ് രാജ്യം കണ്ടത്. നീതിക്കായുള്ള വനിതാ ഡോക്ടറെ കുടുംബത്തിന്റെ പോരാട്ടം ഇപ്പോഴും തുടരുകയാണ്. ഓഗസ്റ്റ് 9 ആ വാർത്ത കേട്ട് രാജ്യം ഞെട്ടിത്തെറിച്ചു, വിറങ്ങലിച്ചു നിന്നു. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ സെമിനാർ ഹാളിൽ ജൂനിയർ ഡോക്ടറെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. തലയിലും സ്വകാര്യ ഭാഗങ്ങളിലുമടക്കം 14 മുറിവുകൾ. ക്രൂരമായ ലൈംഗിക അതിക്രമത്തിനിരയായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പിന്നാലെ രാജ്യത്താകെ നീതി തേടി പ്രതിഷേധം. ആദ്യം കേസ് അന്വേഷിച്ചത് പോലീസ്, പിന്നാലെ CBIക്ക് കൈമാറി. ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരനായ സഞ്ജയ് റോയെ അറസ്റ്റ് ചെയ്തു. കോളേജിലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിൽ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷും അറസ്റ്റിലായി. കേസിലെ ഏക പ്രതിയായ സഞ്ജയ് റോയ്ക്ക് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. എന്നാൽ പ്രതി വധശിക്ഷയിൽ കുറഞ്ഞ് മറ്റൊന്നും അർഹിക്കുന്നില്ലെന്നായിരുന്നു കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബത്തിന്റെ പ്രതികരണം. പ്രതിക്ക് വധശിക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പശ്ചിമബംഗാൾ സർക്കാരും CBIയും നൽകിയ ഹർജികൾ കോടതിയുടെ പരിഗണനയിലാണ്. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ജീവപര്യന്തം ശിക്ഷിക്കാൻ കഴിയില്ലെന്നും വെറുതെ വിടണമെന്നും ആവശ്യപ്പെട്ടുള്ള പ്രതി സഞ്ജയ് റോയുടെ ഹർജിയും കോടതിക്ക് മുൻപിലുണ്ട്. കേസിൽ പുനരന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഇപ്പോഴും നീതിക്കായി കാത്തിരിക്കുകയാണ് കൊല്ലപ്പെട്ട വനിതാ ഡോക്ടറുടെ കുടുംബം. തന്നെ വെറുതെ വിടണമെന്ന പ്രതിയുടെ ഹർജി മുതൽ പ്രതിക്ക് വധശിക്ഷ ഉറപ്പാക്കണമെന്ന സർക്കാരിന്റെയും CBIയുടെയും അപ്പീലുകൾ വരെ ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ്. വിനീത VG 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.